നമുക്ക് ആരോടും വ്യക്തിപരമായി വിദ്വേഷമില്ല, ആരോടും നമുക്ക് പകയില്ല, ആരെയും നമുക്ക് അടിച്ചൊതുക്കാനുമല്ല, ആരെയും അടിച്ചിരുത്താനോ ശകാരിക്കാനോ അല്ല. പക്ഷേ എല്ലാവരും നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണം, എല്ലാവരും സ്വർഗത്തിലെത്തണം. ആ മോഹമാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മെ എല്ലാവരെയും ഇതിന് പ്രേരിപ്പിച്ചത്. നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ സഹിച്ച് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നമുക്ക് ഇൽമ കിട്ടാനല്ലേ? നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനല്ലേ? നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ സ്വർഗത്തിലെത്തണം എന്ന മോഹം കൊണ്ടല്ലേ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സന്ദർഭത്തിലും പോയി പറഞ്ഞു, യാ അമ്മീ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. പിതൃവ്യനെ വിളിച്ചുകൊണ്ട് പറയുന്നു. അയാൾ അതിന് കൂട്ടാക്കിയില്ല, അയാൾ കാഫിറായി തന്നെ മരിച്ചു പോവുകയാണ്. കാരണം അയാൾക്ക് സത്യം അറിയാഞ്ഞിട്ടല്ല, സത്യം അയാൾക്കറിയാം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മോന് പറയുന്നത് തന്നെയാണ് സത്യമെന്നറിയാം. എന്നിട്ടും എന്തേ നാട്ടുകാരെ അബൂ താലിബ് പേടിച്ചു. മരണശേഷം ആളുകൾ പറയില്ലേ, അബൂ താലിബ് പുത്തൻവാദിയായി, അബൂ താലിബ് ആ ചെറുക്കന്റെ പിന്നാലെ പോയി എന്നൊക്കെ ആളുകൾ പറയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, അതേ ആ മനുഷ്യൻ സത്യം മനസ്സിലായിട്ടും ആദർശരംഗത്തേക്ക് കടന്നു വരാൻ കൂട്ടാക്കാതെ കാഫിറായി മരിച്ചു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ എത്രയാണ് സങ്കടമുണ്ടായത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആശ്വസിപ്പിക്കുന്നു, നബിയേ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സന്മാർഗത്തിലാക്കാൻ തങ്ങളെ കൊണ്ടാവില്ല. അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. ഇത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കണം. നമുക്ക് ഈ സത്യം കേൾപ്പിക്കാനല്ലേ പറ്റൂ, നമുക്കിത് പറയാനല്ലേ പറ്റൂ. ഇത് കേട്ടിട്ട് ആളുകളുടെ മനസ്സ് മാറ്റൽ അത് അള്ളയാണ് ചെയ്യേണ്ടത്. അള്ള നമുക്ക് നൽകിയ കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ഫലം തരേണ്ടത് അള്ളയാണ്, തൗഫീഖ് നൽകേണ്ടത് അള്ളയാണ്. ആ ബോധത്തോടെ നമ്മൾ ജീവിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലെല്ലാം ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പിടിച്ചു നിന്നിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പാരമ്പര്യമായി പലരും വിചാരിക്കുന്നു നമ്മളൊക്കെ മുജാഹിദുകളാണ്, നമ്മളൊക്കെ പണ്ടേ സലഫികളാണ്, ഇനി നമുക്കൊന്നും ഒരു പ്രശ്നവും പ്രയാസവും വരില്ല, ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിസര പ്രദേശങ്ങളെ കുറിച്ച് പലതും എനിക്കറിയാവുന്നതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യമെങ്ങാനും നമ്മൾ ജനങ്ങളോട് പറയാതിരുന്നാൽ ഭാവി തലമുറക്ക് ഇത് കിട്ടാതെ പോകും. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് പ്രയാസം സഹിച്ചുകൊണ്ട് ഇത് എത്തിച്ചു തന്നതുകൊണ്ടാണ് ഇന്ന് ഇത് നമുക്ക് സുഖകരമായി കിട്ടിയത്. നാം ഇതുപോലെ പ്രയാസം സഹിച്ചാലേ ഭാവി തലമുറക്ക് ഇത് കിട്ടുകയുള്ളൂ. നമ്മളെങ്ങാനും അമാന്തം കാണിച്ചാൽ ഭാവി തലമുറ ഇരുട്ടിൽ തപ്പുന്ന മക്കളാകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളണം. ഇതൊക്കെ നമ്മൾ ജനങ്ങളോട് പറയുമ്പോഴും അവർ ജനങ്ങളോട് എതിരാളികൾ എപ്പോഴും പറയുന്നത് എന്താണ്? നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ല, നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ പഴച്ചവരാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും അതേ കേട്ടുപോയ യാഥാർത്ഥ്യം തന്നെയാണ്. സത്യം പറയുന്ന ആളുകളെ ജനങ്ങൾ എന്തു ചെയ്യും? ജനങ്ങളെക്കാളപ്പുറം ആ ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായ താല്പര്യങ്ങൾ കാത്തുരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിതരെന്ന് പറയപ്പെടുന്ന ആളുകൾ അവർ പറയും, നിങ്ങൾ ഇവരുടേത് കേട്ടുപോകരുത്, കാരണം അവർ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ്. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികളാണ് മുജാഹിദുകൾ എന്ന് പറയുന്നു. അവർ നരകത്തിലാണെന്ന് അവർ പുസ്തകത്തിലൂടെ എഴുതുന്നു. അവർ നരകത്തിലാണെന്നോ അങ്ങനെ വിശ്വസിക്കുന്നതിൽ അല്പമെങ്കിലും ആർക്കെങ്കിലും സംശയം വന്നവൻ പോലും നരകത്തിലാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് എഴുതുന്നത്. ഇത് കേട്ടുപോയാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് കേൾക്കാനൊട്ട് സമ്മതിക്കുന്നുമില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദാ. എന്റെ സമുദായം 73 കക്ഷികളായി പിരിയുക തന്നെ ചെയ്യും. അതിൽ ഒരു കക്ഷി ഒഴികെ എല്ലാവരും പരാജയത്തിലാണ്, എല്ലാവരും നരകത്തിലാണ്. ഇത് നബി തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, വമാ തിൽകൽ ഫിർഖ,
ആ കക്ഷി ഏതാണ് നബിയേ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ അവിടുന്ന് പറയുന്നത്? ഹും മൻ കാന അലാ മിസ്ലി മാ അന അലൈഹിൽ യൗം വസ്വഹാബി. അവരാരാണെന്നോ? അലാ മിസ്ലി മാ അന അലൈഹിൽ യൗം വസ്വഹാബി. ഇന്ന് ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ നിലകൊള്ളുന്നതെങ്കിൽ, ഇന്ന് ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊക്കെ വിശ്വാസാദർശങ്ങളിലാണോ നിലകൊള്ളുന്നതെങ്കിൽ, ആ വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ചു നിൽക്കുന്നവരായിട്ട് ആരൊക്കെയുണ്ടോ അവരാണ് രക്ഷപ്പെടുന്ന പാർട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഇത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആരാണ് സുന്നത്ത് ജമാഅത്തിന്റെ അകത്ത്? ആരാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്ത്? ആരൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉള്ളിലുള്ളത്? ആരൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് മാത്സര്യം കാണിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗം, ആ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ, അതിനോട് ആരെങ്കിലും ചേരിതിരിഞ്ഞ് പിളർന്നു പോയാൽ, ഏതിനു ശേഷം? അറിയാഞ്ഞിട്ടല്ല, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം വ്യക്തമായതിന്റെ ശേഷം, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പാതയല്ലാത്ത ഒരു പാതയെ ഒരാൾ പിൻപറ്റുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. ദുനിയാവിൽ അവന് കുഴപ്പമൊന്നും വന്നില്ലായിരിക്കാം, അവനിങ്ങനെ അവനെ തിരിയുന്നിടത്തേക്ക്, അവൻ പോകുന്നിടത്തേക്ക് അങ്ങനെ സൗകര്യം കിട്ടിയേക്കാം. പക്ഷേ ചെന്നു ചേരുന്നത് കത്തിയാളുന്ന നരകത്തിയിലാണ്. എത്ര മോശപ്പെട്ട സങ്കേതമാണത്! അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗം പഠിക്കണം. ആ മാർഗം പഠിച്ചു കഴിഞ്ഞാൽ ആ മാർഗത്തോട് ആരും മത്സരം കാണിക്കരുത്. അതുപോലെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? നമ്മൾ പിൻപറ്റേണ്ടുന്ന ഒരു സബീലുണ്ട്, അത് സബീലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പാതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും പുലർത്തിപ്പോന്ന വിശ്വാസങ്ങൾ ആ രൂപത്തിൽ തന്നെ പുലർത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് രക്ഷപ്പെടുന്ന പാർട്ടി. ഖുർആൻ അതാ പറയുന്നു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ, ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്ന് പറയുന്നതിന്റെ മുമ്പെന്താ പറയുന്നത്? എന്തിൽ നിന്നാ പിന്തിരിഞ്ഞു കളയുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് അവരോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ സന്മാർഗം കിട്ടിക്കഴിഞ്ഞു. സഹാബത്ത് വിശ്വസിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതുപോലെ അങ്ങനെ വിശ്വസിക്കുകയും ആ രൂപത്തിൽ ജീവിക്കുകയും ചെയ്താൽ രക്ഷയുണ്ടെന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും അല്ലാഹുവിനെ കുറിച്ച് എന്താണ് വിശ്വസിച്ചത്? അല്ലാഹുവിനെ കുറിച്ച് എന്താണ് വിശ്വസിച്ചത്? അല്ലാഹു റബ്ബുൽ ആലമീനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാത്തെയും നിയന്ത്രിക്കുന്നവൻ. അവൻ ഒരിക്കലും ഉറക്കമില്ല, അവന് ക്ഷീണമില്ല, മയക്കമില്ല, അവൻ മരണപ്പെടുന്നവനല്ല. ഒരാൾക്കും ഒരു നിലക്കും പ്രാപിക്കാൻ കഴിയാത്ത അത്യുന്നതമായ പദവി, അത്യുന്നതമായ ഗുണവിശേഷണങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീനിൽ, ആ റബ്ബിൽ മാത്രമേ അതുള്ളൂ. അത് അടിയുറച്ച് വിശ്വസിച്ചവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
സ്വഹാബാ കിറാം അത് അടിയുറച്ച് വിശ്വസിച്ചവരാണ്. ജനങ്ങളൊക്കെ പലരും പഴച്ചു പോകാൻ എന്താണ് കാരണം? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മിനായിൽ 4 വർഷം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നു, മിനായിൽ ഒരു തീപിടുത്തമുണ്ടായില്ലേ? നിങ്ങൾക്കറിയോ ആരെ തീപിടിച്ച് എത്ര ആളുകളാണ് മരിച്ചത്? ഈ മരിച്ചവരെന്താ മുഹ്യിദ്ദീൻ ശേഖനെ വിളിക്കുന്ന ആളുകളാണോ? അവർ പറഞ്ഞത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അല്ലേ? പടച്ചവനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിനക്ക് ഞാനിതാ ഉത്തരം ചെയ്യുന്നു റബ്ബേ, നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാനെ വിളിച്ചു മാത്രം നടന്നിരുന്ന ആളുകളല്ലേ അവർ? എന്നിട്ട് ഓല് മിനായിലെ തമ്പ് കത്തി കരിഞ്ഞ് ജഡങ്ങൾ പോലും കിട്ടാത്ത കോലത്തിലായില്ലേ? എന്തേ? അപ്പൊ അള്ളാനെ സ്വന്തം വിളിക്കുന്ന ആളുകൾക്ക് അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? അള്ളാനെ അറിയേണ്ട നിലക്ക് അറിയാതെ പോയതാണ്. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞില്ലേ, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവരല്ലാഹനെ കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയില്ല, വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിച്ചില്ല. അല്ലാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ച് വികലമായ വിശ്വാസങ്ങളാണ് അവർ പ്രചരിപ്പിച്ചത്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകളെ കുറിച്ച് അതൊരു സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണെന്ന് പറയുന്ന കക്ഷികൾ, മുസ്ലിയാക്കന്മാർ ജനങ്ങളോടതാ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുജാഹിദുകൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ് പോലും, അവർ നരകത്തിലാണ് പോലും. കാരണം അവരുടെ അല്ലാഹ് പള്ളയുള്ള അല്ലയാണ്, അതേ ബാക്കുള്ള അല്ലയാണ്. വലത്തെ കയ്യിൽ 7 ആകാശവും ഇടത്തെ കയ്യിൽ 7 ഭൂമിയും നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ അള്ളാന്റെ ഒരു ഇടങ്ങേറ് ചിന്തിച്ചു നോക്കുക നിങ്ങൾ. 7 ആകാശം വലത്തെ കയ്യിലും 7 ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഇങ്ങനെ, ഓ അള്ളാന്റെ ഒരു പാവട്ടോ. മുജാഹിദിന്റെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്, കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ആർക്കും വേണമെങ്കിൽ നോക്കാം. 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എപ്പോ? അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ആകാശം ഭൂമി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ. നമ്മൾ അധിവസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദിന് അറിയില്ലെങ്കിലും സ്കൂൾ കുട്ടികൾക്ക് അറിയാം, അല്ലേ? ഈ ഭൂമി ഉരുണ്ടതാണ്. മുജാഹിദ് പറയുന്നത് അർദ്ധരാത്രിയായാൽ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ആർക്ക് അർദ്ധരാത്രിയാകുമ്പോ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു എന്ന് പറഞ്ഞാല് കേരളക്കാരായ ഇന്ത്യക്കാരായ നമ്മുടെ മാത്രം അള്ളാഹു അല്ലല്ലോ, എല്ലാരും അള്ളാഹു ആണ്. അപ്പൊ എല്ലാരും അള്ളാഹു ആകുമ്പോ എല്ലാവർക്കും അർദ്ധരാത്രി ആകുമ്പോ അള്ളാഹു തആല ഇറങ്ങി വരേണ്ടി വരും. ഭൂമിയാണെങ്കിൽ ഉരുണ്ടതാണ്. ഉരുണ്ടതാകുമ്പോ ഒരു സ്വഭാവമുണ്ട്, നമുക്ക് അർദ്ധരാത്രി ആകുമ്പോ അപ്പുറത്ത് പച്ച പകലേക്കാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സമയത്ത് പകലല്ലേ. ഇത് മുജാഹിദിന് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ലേ. അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങൽ എന്നെ. പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങൽ എന്നെ. പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല് നമുക്കറിയില്ല. മുജാഹിദ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ 1-ാം ആകാശം എന്നത് എവിടെയാണ് ഉള്ളത് നിങ്ങൾക്കറിയോ? എവിടെയുള്ളത് 1-ാം ആകാശം? വലത്തെ കയ്യില്. കാരണം 7 ആകാശം വലത്തെ കയ്യിലല്ലേ. ഈ വലത്തെ കയ്യിലുള്ള 1-ാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അള്ളാഹു ഇറങ്ങി വരുന്നത്. ഈ ഇറക്കൽ എങ്ങനെ? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അള്ളാഹു വല്ല ആണിയേറ്റിട്ട് തുളക്കേണ്ടി വരും. അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും നമ്മെപ്പോലെ കയ്യും കാലും കണ്ണും മൂക്കും വിരലുകളും ചെവികളും ഒക്കെയുള്ള അള്ളയാണ്. അങ്ങനത്തവർ അള്ളയിലാണ് ഇവർ വിശ്വസിക്കുന്നത് എന്ന് ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ ഇത് കേട്ടിട്ടില്ലാത്ത സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മെപ്പോലെ കണ്ണും അതുപോലെ തന്നെ മൂക്കും അതുപോലെ തന്നെ കൈകാലുകളുമെന്നോ. നിങ്ങൾ നോക്കൂ, എന്താണ് സ്വഹാബത്തിന്റെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ സ്വഹാബത്തിന് വിശ്വാസം പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓരോന്നും നബി തങ്ങളല്ലേ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഓരോ ആയത്തുകൾ ഓതിക്കേൾക്കുമ്പോഴും സ്വഹാബത്താരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കണ്ണെന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നമ്മുടെ റബ്ബ് എല്ലാ ദിവസവും നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഇറങ്ങാനാണ്, എങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് സ്വഹാബത്ത് ചോദിച്ചിട്ടില്ല.
എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിനെ പറ്റി അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ എന്തൊക്കെയാണോ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതെങ്കിൽ അതിനെയൊന്നും ചോദ്യം ചെയ്യാതെ, മറ്റുള്ളവരെ പോലെയാണെന്ന് പറയാതെ, അല്ലാഹു റബ്ബുൽ ആലമീനിന് യോജിക്കുന്ന നിലക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയല്ലാതെ സ്വഹാബത്ത് ഒരു നയവും സ്വീകരിച്ചിട്ടില്ല. അതിനെ ചോദ്യം ചെയ്തിട്ടില്ല, കളിയാക്കിയിട്ടില്ല, പരിഹസിച്ചിട്ടില്ല. ഇങ്ങനെ രൂപത്തിലാണ് സ്വഹാബത്ത് വിശ്വസിച്ചത്. നമ്മുടെ മുസ്ലിയാക്കന്മാരോട് നമ്മൾ പറയുന്നു, അതേ മുമ്പ് കാലത്ത് ഖുർആൻ അതാ അന്നുള്ള ഇസ്ലാമിനെ നിഷേധിച്ച കക്ഷികളോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. അന്നത്തെ ആളുകളോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ, കമാ ആമനന്നാസ്, അന്നാസാകുന്ന സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, സത്യവിശ്വാസികളാകുന്ന ജനങ്ങളായ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്നവരോട് പറഞ്ഞാൽ അവരന്ന് ചോദിച്ച മറുപടി എന്താണ്? വിഡ്ഢികളെ പോലെ ഞങ്ങളും വിശ്വസിക്കണമോ? എന്നിട്ട് ഖുർആൻ അതിന് കൊടുത്ത മറുപടി എന്താണ്? അവരറിയട്ടെ, അവരാണ് വിഡ്ഢികൾ. ഇന്ന് അള്ളാഹിനെ കുറിച്ച് ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഒരു കൂട്ടർ കളിയാക്കുകയാണ്. മുജാഹിദിന്റെ അല്ല, കൊമ്പുള്ള അല്ല, തുമ്പിക്കൈയുള്ള അല്ല, ഇരിക്കുന്ന അല്ല, നടക്കുന്ന അല്ല, ഈ രൂപത്തിലൊക്കെ നമ്മെ പോലെയുള്ള വേറെ ഏതോ ഒരാളാണ് എന്ന നിലക്ക് പരിഹസിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളിൽ പലരും ഒരുപക്ഷെ അത് കേൾക്കാറുണ്ടാകും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലുള്ള വിശ്വാസം അല്ല എങ്ങനെ പഠിപ്പിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ, അതിൽ ഒരു മാറ്റവും വരുത്താതെ, മറ്റൊരാളെ പോലെ എന്ന് ഉപമിക്കാതെ, അതിൽ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കാതെ, ഉള്ളതുപോലെ അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ ഏതെല്ലാം രൂപത്തിലുള്ള ദറജകളുണ്ടോ, മഹാത്മ്യങ്ങളുണ്ടോ, അവക്കൊന്നിനും നിരക്കാത്ത ഒരു വിശ്വാസവും ഞങ്ങൾ വെച്ച് പുലർത്തില്ല എന്ന നിലക്ക് കൃത്യമായി അമ്പിയാക്കൾ പഠിപ്പിച്ച, സ്വഹാബത്ത് വിശ്വസിച്ച അതുപോലെ തന്നെ അള്ളാഹുവിനെ വിശ്വസിക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ നടപടി. എന്നാൽ ഇന്നൊരു കൂട്ടർ അങ്ങനെയല്ല. അവർ അള്ളാഹിനെ കുറിച്ച് വികലമായാണ് വിശ്വസിക്കുന്നത്. അവർ പറയുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകതയെ നിഷേധിക്കുന്ന നിലക്കാണ്. അള്ളാഹുവിനെ പോലെ കാണുന്നവരുണ്ട്, അള്ളാഹിനെ പോലെ കേൾക്കുന്നവരുണ്ട്. എവിടെ നിന്ന് വിളിച്ചാലും വിളിപ്പുറത്ത് ഉത്തരം തരാൻ നമുക്ക് ആളുണ്ട്. നമ്മെ രക്ഷിക്കാൻ അവർ ഓടിയെത്തും. വിളിക്കേണ്ട താമസമേയുള്ളൂ. വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം നൽകും ഞാനെന്നോവർ. എവിടെ വെച്ച് നമ്മൾ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാലും ഉടനടി മഹാനവറുകൾ വന്ന് ഉത്തരം ചെയ്യും. ഹാജരാകും എന്നല്ലേ വിശ്വസിക്കുന്നത്, സഹായത്തിനെത്തും എന്നല്ലേ വിശ്വസിക്കുന്നത്. വഫാത്തായി പോയ ആളുകൾ നമ്മെ സഹായിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇനിയും നമ്മുടെ മുമ്പിലേക്ക് അവർ നമുക്ക് സഹായത്തിന് വേണ്ടി എത്തുമെന്ന് ഏത് ഖുർആനാണ് പഠിപ്പിച്ചത്? ഏത് ഹദീസാണ് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശ്വസിച്ചുവോ? സ്വഹാബത്ത് അങ്ങനെ വിശ്വസിച്ചുവോ? എന്റെ പ്രിയപ്പെട്ട സർവ്വശ്രോതാക്കളും ഒന്ന് ചിന്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ വിശ്വസിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. അതല്ലേ സുന്നത്ത് ജമാഅത്ത്, അതല്ലേ സത്യത്തിന്റെ കക്ഷി, അവരല്ലേ വിജയത്തിന്റെ പാർട്ടി. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഫാത്തായി പോയ ആളെയും വിളിച്ചു തേടിയിട്ടില്ല, സഹായം തേടിയിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കുന്നു, ഖുൽ നബിയേ പറയൂ, പ്രഖ്യാപിക്കൂ നബിയേ, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ശരിക്ക് ചിന്തിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശം അതാണ്. സ്വഹാബത്തും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പരിശുദ്ധ ഖുർആൻ ഓതി തന്നില്ലേ? ആ ഖുർആനല്ലേ ലോകത്ത് നിലവിലുള്ളത്. ആ ഖുർആനിൽ എത്രയോ നബിമാരുടെ ദുആകളില്ലേ, മഹാന്മാരുടെ ദുആകളില്ലേ, ശുഹദാക്കളുടെ ദുആകളില്ലേ, സാലിഹീങ്ങളുടെ ദുആകളില്ലേ. അവരാരെങ്കിലും വഫാത്തായി പോയവരോട്
മരണപ്പെട്ടു പോയ മുൻഗാമികളായ പ്രവാചകന്മാരോട്, മഹത്തുക്കളോട് വിളിച്ചു തേടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാർക്കാണ് അറിയാത്തത്? നബിതങ്ങൾ പഠിപ്പിച്ച നിത്യജീവിതത്തിലെ എത്രയോ ദിക്റുകളില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ദിക്റുകൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിലെ ദിക്ർ. ദിക്റില്ലാത്ത കക്ഷികളെന്നല്ലേ ആരോപണം. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് വരുന്നു. ദിക്റില്ലാത്ത ഒരു ജീവിതമുണ്ടോ നമുക്ക്? രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഉമ്മമാരെ, അതെ, എല്ലാവരും എന്താ മക്കളെ പഠിപ്പിക്കേണ്ടത്, പഠിപ്പിക്കുന്നത് നമ്മൾ എന്താ ചൊല്ലാറുള്ളത്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. അർത്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ സമയം പര്യാപ്തമല്ല. സഹോദരങ്ങളെ, ഒട്ടേറെ കാര്യം നമുക്ക് പറയാനുണ്ട്. അതേ, രാവിലെ തന്നെ ദിക്റുകൾ ചൊല്ലി എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ദിക്റുകളുടെ ഒരു ഘോഷയാത്രയാണ്. എവിടെയാണ് ദിക്റില്ലാത്തത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുറത്തു വരുമ്പോൾ, അതേ, പള്ളിയിലേക്ക് കടക്കുമ്പോൾ, പുറത്തു വരുമ്പോൾ, നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, ഉളു എടുത്തു കഴിഞ്ഞാൽ, പള്ളിയിലേക്ക് എത്തിയിട്ട് നിസ്കാരത്തിന്റെ അകത്ത്, നിസ്കാരം കഴിഞ്ഞാലും ദിക്റുകള്, നിസ്കാരം കഴിഞ്ഞാലും ദുആകള്, പള്ളിയിൽ നിന്ന് പുറത്തു വന്ന് സ്വന്തം വാഹനത്തിൽ കയറുമ്പോഴും ദുആകളും ദിക്റുകളും, വീട്ടിലേക്ക് കടക്കുമ്പോഴും ബിസ്മില്ലാഹ്, പുറത്തിറങ്ങുമ്പോഴും കാവല് തരണേ അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാവല് തരേണ്ടത് അല്ലാഹയാണ്, കാവലിനെ ചോദിക്കേണ്ടത് അല്ലാഹനോടാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്തവരോട് നീ തവക്കുലാക്കാവോ? അവരുടെ മേലെ നീ തവക്കുൽ ചെയ്യാവോ? അതാരാണ്? ഏത് ശക്തിയാണ്? അങ്ങനെയുള്ള വിശേഷണമുള്ള ശക്തി അല്ലാഹു റബ്ബുൽ ആലമീൻ. അതല്ലേ ഞാനും നിങ്ങളും എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പറയേണ്ടതുള്ള, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് പറയേണ്ട ദിക്റല്ലേ ആയത്തുൽ കുർസി.